നമസ്കാരം പ്രിയപ്പെട്ട അമൃത ടി വി പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് രാജേഷ്, അമൃത ടി വിയുടെ ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഗൗരവമേറിയ ഒരു കാര്യം നിങ്ങളുമായി സംവദിക്കാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. ഭ്രൂണഹത്യ ചെയ്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അല്ലെങ്കിൽ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത പ്രകാരം എങ്ങനെയാണ് അതിൻ്റെ ശിക്ഷാവിധികൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിയമം അതിനെ വിവക്ഷിച്ചിട്ടുള്ളത്? ഭാരതീയ ന്യായ സംഹിതയിലെ 88-ാം വകുപ്പ്, മുൻപ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 312-ാം വകുപ്പ്, ഈ വകുപ്പാണ് ഭ്രൂണഹത്യയ്ക്കുള്ള ശിക്ഷ പറഞ്ഞിട്ടുള്ളത്. ഭ്രൂണഹത്യ നടത്തിയാൽ സ്ത്രീക്കും അതിന് പ്രേരിപ്പിക്കുന്ന പുരുഷനും 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. 3 വർഷം വരെ എന്നുള്ളത് കുറഞ്ഞ ശിക്ഷയാണ്. അത് 7 വർഷം വരെ നീണ്ടുപോകാം. ഏത് സാഹചര്യത്തിലാണ് ഈ ശിക്ഷാവിധികളുടെ വ്യത്യാസം വരുന്നതെന്ന് ഞാൻ പറയാം. സാധാരണഗതിയിൽ മാതാവിൻ്റെ ജീവന് അപകടം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അപകടമുണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഭ്രൂണഹത്യ നടത്തിയാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അത് അമ്മയ്ക്കും കിട്ടാം, അച്ഛനും കിട്ടാം, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആരാണോ അവർക്കും കിട്ടാം. അവർ ഇതിൽ കുറ്റക്കാരാകും എന്നുള്ളതാണ് ഇതിലെ കാര്യം. എന്നാൽ ചലിക്കുന്ന, അതായത് ഉദരത്തിനുള്ളിൽ ചലിക്കുന്ന, ചലനശേഷി പ്രാപിച്ചിട്ടുള്ള ഭ്രൂണമാണെങ്കിൽ ആ ഭ്രൂണഹത്യ നടത്തിയാൽ 7 വർഷം വരെ, ഇതിൻ്റെ വളർച്ച അനുസരിച്ചുള്ള രീതിയിൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഇനി ആരെങ്കിലും ഈ സ്ത്രീയുടെ അനുവാദമില്ലാതെ ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജീവപര്യന്തം തടവ് വരെ കിട്ടാം. ഇതാണ് ഭ്രൂണഹത്യയുടെ ശിക്ഷാവിധികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണ് ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുറേ നാളുകളായി നമ്മളുടെ പൊതുസമൂഹത്തിൽ ഏറെ ചർച്ചാ വിഷയമാകുന്ന, ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവിഹിത ബന്ധങ്ങളും ഭ്രൂണഹത്യയും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും കേസുകളും കാര്യങ്ങളും. ശരിക്കു പറഞ്ഞാൽ ചില TV ചർച്ചകൾ കുട്ടികൾ കേൾക്കാതിരിക്കാൻ അവരെ മാറ്റി നിർത്തേണ്ടി തന്നെ വരും. കാരണം എല്ലാം പറയുന്നത് ഈ അവിഹിത കഥകളുടെ ചർച്ചയാണ്. അത് എടുത്തിട്ട് ചർച്ച ചെയ്ത് സ്വീകരണ മുറിയിലേക്ക് ഈ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ നിയമത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കൊരു ബോധമുണ്ടാക്കണം എന്ന ഒരു തോന്നൽ, അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. ഞാൻ വളരെ സിംബോളിക്കായിട്ട് ഒരു കാര്യം പറയാം. അതിലൂടെ ഇതിലേക്ക് എത്തുന്ന സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ സമൂഹത്തിൽ കുറേ അടയ്ക്കാക്കുരുവികളുണ്ട് എന്ന് സങ്കല്പിക്കുക. ഈ അടയ്ക്കാക്കുരുവികൾക്ക് വീടില്ല, കൂടില്ല, കുടുംബവുമില്ല. കുടുംബമില്ലാതെ പാറിപ്പറന്ന് നടക്കുന്ന കുറേ അടയ്ക്കാക്കുരുവികൾ. ഈ കുരുവികൾ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുമ്പോൾ എവിടെയെങ്കിലും ചിറകൊടിഞ്ഞ ഒരു ചിത്രശലഭമുണ്ടോ എന്ന് നോക്കിയാണ് നടക്കുന്നത്. ഈ ചിത്രശലഭം ചിറകൊടിഞ്ഞത് കിടക്കുന്നത് കണ്ട അപ്പം തന്നെ അടയ്ക്കാക്കുരുവികളെല്ലാം കൂടി വന്ന് ഈ ചിത്രശലഭത്തെ എടുത്ത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ചിറകൊടിഞ്ഞ ആ ചിറക് ഭേദപ്പെടുത്താനായി ശ്രമിക്കും. അങ്ങനെ ആ ചിറകടി ഒച്ചയിൽ നിന്നും ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുവാനാണ് ഈ അടയ്ക്കാക്കുരുവികൾ ശ്രമിക്കുന്നത്. പക്ഷെ സംഭവിക്കുന്നതോ, ചിത്രശലഭം ചിറകടിച്ചാൽ പോലും ഒരുപക്ഷെ കൊടുങ്കാറ്റുണ്ടാവണമെന്നില്ല. ഞാൻ പറയുന്നത് ബട്ടർഫ്ലൈ തിയറിയെ അധികരിച്ചാണ് കേട്ടോ. എവിടെയെങ്കിലും ഒരു ചിത്രശലഭം എന്ന് ചിറകടിക്കുമ്പോൾ മറ്റെവിടെയെങ്കിലും കൊടുങ്കാറ്റുണ്ടാവുന്നു എന്നുള്ളതാണ് ആ തിയറി. അപ്പോൾ ഈ കുരുവികളെല്ലാം കൂടി, കൂടും കുടുക്കയും കുടുംബവും ഇല്ലാത്ത കുരുവികളെല്ലാം കൂടി ഈ ചിത്രശലഭത്തെ പ്രദർശിപ്പിച്ച് ചിത്രശലഭത്തിൻ്റെ കാര്യങ്ങൾ എല്ലായിടത്തും എത്തിച്ച് പാറിപ്പറന്ന് നടക്കും. പക്ഷേ ഏതെങ്കിലും സമയത്ത് ഈ ചിത്രശലഭത്തിൻ്റെ ചിറകുകൾ വീണ്ടും ഒടിയുമ്പോൾ കുരുവികളുടെ ഇഷ്ടത്തിന് പറന്നു പോകും. ചിത്രശലഭം അനാഥമാകും. ഇതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ കണ്ടുവരുന്നത്. കാരണം നമ്മുടെ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ളത് കുടുംബം എന്ന സങ്കല്പത്തെയാണ്. ഫാമിലി കോർട്ട് ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കുടുംബത്തെ അംഗീകരിക്കുന്നു. സിംഗിൾ വുമൺ ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. കാരണം അവരുടെ സിറ്റിസൺഷിപ്പിലുള്ള അല്ലെങ്കിൽ അതിലുള്ള മൗലികാവകാശങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ജീവിത രീതിയേക്കാൾ കൂടുതൽ നമ്മുടെ നിയമം അംഗീകരിക്കുന്നത് കുടുംബം എന്ന സങ്കല്പത്തിലാണ്. ഇത്തരം കേസുകളിൽ, അതായത് ഒരു പീഡനം നടന്നു എന്ന് പരാതിയുമായി പൊതുസമൂഹത്തിലേക്ക് എത്തുന്ന യുവതികൾ, ഇവർ പീഡനം നടക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ പ്രായപൂർത്തിയായവരാണെങ്കിൽ ഇവർക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കൊണ്ട് അവരുടെ ശരീരത്തിനും അവരുടെ മനസ്സിനും അവരുടെ ജൈവികമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇവർ ചെന്ന് വീഴുന്നത്. അതിനുശേഷം മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് ഇരവാദം ഉന്നയിച്ച് മുന്നിൽ വരുമ്പോൾ നിയമം
ചിലപ്പോൾ അവർക്ക് അനുകൂലമായിക്കൊള്ളണമെന്നില്ല. നിയമം സംരക്ഷണം തരുന്നത് നല്ല കുടുംബമായി, നല്ല രീതിയിൽ, സമൂഹത്തിന് ഗുണകരമായി പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന രീതിയിൽ ജീവിക്കുവാനാണ്. അല്ലാത്തവർക്കും ജീവിക്കാം, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ വ്യക്തി സ്വാതന്ത്ര്യം മറ്റൊരുത്തൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാവുമ്പോഴാണ് ഒഫൻസ് എന്ന രീതിയിലേക്ക് മാറുന്നത്. ഇപ്പോൾ ഈ നടന്ന ഒരുപാട് കേസുകളിൽ നമ്മൾ ദിവസവും ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നവർ മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ആരോപണ വിധേയർ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായി എന്ന് മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം ആരോപിക്കുമ്പോൾ ആരോപണ വിധേയരാവുന്നവർ, ഇവർ അതീന്ദ്രിയ ജ്ഞാനമുള്ള സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജ്ഞാൻ ഗന്ധർവനൊന്നും അല്ലല്ലോ. കാമ, ക്രോധ, ലോഭ, മോഹ, വികാരങ്ങളുള്ള സാധാരണ മനുഷ്യർ തന്നെയല്ലേ. ഇനി ഇവർ നിങ്ങളെ ആവാഹിക്കാൻ വന്നതാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ അതിൽ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത്? അവനവൻ്റെ ശരീരത്തോടും ആത്മാവിനോടും റെസ്പെക്റ്റുള്ള, ബഹുമാനമുള്ള ഒരു സ്ത്രീയും വിവാഹേതര ബന്ധങ്ങളിൽ ചെന്ന് തലവെച്ച് കൊടുക്കില്ല. അങ്ങനെ വച്ച് കൊടുത്താൽ അത് പാടില്ലെന്നല്ല, അതൊക്കെ അവരവരുടെ സൗകര്യം. പിന്നെ ഇരവാദം ഉന്നയിച്ചു വരുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത് തന്നെയാണ് പല കേസുകളിലും നിയമപ്രകാരം തന്നെ കോടതിയും സംശയം പ്രകടിപ്പിക്കുന്നത്, ചോദിക്കുന്നത്. അതിന് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്ന അടുത്ത ഇരവാദവുമായിട്ട് വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, അവനവൻ്റെ ശരീരത്തോടും ആത്മാവിനോടും നീതി പുലർത്തുക. യാതൊരു തരത്തിലുള്ള കുരുക്കിലും നിങ്ങളെ ആരെങ്കിലും വലിച്ചഴച്ചാൽ അപ്പോൾ തന്നെ പരാതി കൊടുക്കുക. നിയമം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലാതെ വർഷങ്ങൾക്കും മാസങ്ങൾക്ക് ശേഷം ട്രോമയായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇരവാദം അതൊരു തരത്തിലുള്ള വെട്ടുകിളി കൂട്ടങ്ങളുടെ എന്ന് തന്നെ പറയാവുന്ന ചില അടയ്ക്കാക്കുരുവികളുടെ ഒരു വലിയ സന്തോഷമാണിപ്പോൾ. ഇത് പൊക്കി കൊണ്ടുവന്ന് സമൂഹത്തിലിട്ട് അലക്കി തേച്ച് വെളുപ്പിച്ച് ഈ ചിത്രശലഭത്തെ ഇല്ലാതാക്കി കളയുക. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ആരോപണ വിധേയരുടെ ജീവിതവും ഇല്ലാതാവും. രണ്ടുപേർക്കും നഷ്ടം സംഭവിപ്പിച്ച് സമൂഹത്തെ ഇക്കിളിപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുക. വീണ്ടും ഒരു അടുത്ത ചിന്താഗതി നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുവാനായി ഞാൻ വീണ്ടും വരും. അതുവരെ വണക്കം.